കാരണവർ വധക്കേസിനെ കുറിച്ചാണ്. അതിലെ പ്രതി ഷെറിന് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്ന് കൊല്ലപ്പെട്ട ഭാസ്കര കാരണവരുടെ സുഹൃത്ത് VK വാസുദേവൻ. അന്വേഷണം മികച്ച രീതിയിൽ പോയതുകൊണ്ടാണ് ഷെറിന് ജീവപര്യന്തം ശിക്ഷ തന്നെ ലഭിച്ചത്. മാനസാന്തരം ഉണ്ടായെങ്കിൽ അത് നല്ല കാര്യമാണെന്നും കേസിലെ മുഖ്യ സാക്ഷിയായിരുന്ന VK വാസുദേവൻ 24-നോട് പറഞ്ഞു. അതിപ്പോൾ കോടതിയല്ലേ ഇതെല്ലാം തീരുമാനിക്കുന്നത്. കോടതി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്കപ്പുറം ഒന്നും ഇല്ലല്ലോ. അതിനുവേണ്ടി അതിൻ്റെ 14 വർഷക്കാലമായില്ലേ. സ്വാഭാവികമായിട്ടും കോടതിയിൽ ചെന്നിട്ട് ശിക്ഷയുടെ നിയമം നോക്കിയിട്ടല്ലേ കോടതിയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള ഇളവ് കിട്ടാൻ ഇപ്പോൾ അർഹത ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ കോടതി അത്തരം തീരുമാനം എടുത്തിട്ടുള്ളൂ. അർഹിക്കുന്ന ശിക്ഷ കിട്ടിയിട്ടുണ്ട്, അതിനുള്ള പശ്ചാത്താപം അതിനുണ്ടായി കാണും. കാരണം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് വഴിപ്പെടാൻ പെട്ടു എന്നുള്ള മാനസിക ക്ലേശവും ഇപ്പോൾ അതിനുണ്ടാകും. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അന്നത്തെ കാലത്ത് ഏറെ ചർച്ച ചെയ്ത, കോളിളക്കം സൃഷ്ടിച്ച എന്നൊക്കെ പറയാവുന്ന ഒരു വാർത്തയായിരുന്നു അത്. ഒരു കേസാണത്. അതിന് പിന്നീട് ഈ പ്രതിക്ക് പലപ്പോഴും ജയിലിലൊക്കെ തന്നെ ഇളവുകൾ ലഭിക്കുന്നു, വലിയ പ്രശ്നങ്ങളില്ല, നിയന്ത്രണങ്ങളില്ലാതെ ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കൃത്യമായ ശിക്ഷ തന്നെയാണ്, ന്യായമായ ശിക്ഷ തന്നെയാണ് കിട്ടിയതെന്നാണ് ഇപ്പോൾ ആ ബന്ധു തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ എന്തെല്ലാമാണ് കൂടുതൽ വരുന്നത്? വേറെ കൂടുതൽ പ്രതികരണങ്ങളുണ്ടോ? തീർച്ചയായും വേറെ കൂടുതൽ പ്രതികരണങ്ങൾ വരും. ഈ കേസിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ അത് 2009 നടക്കുന്നത്. ഈ ഷെറിന്റെ ഭർത്താവിന്റെ അച്ഛനാണ് ഭാസ്കര കാരണവർ. അദ്ദേഹം ചെറിയനാട് പഞ്ചായത്തിലെ ഒരു നിവാസിയാണ്. എന്തായാലും 2009 ഈ സംഭവം നടക്കുന്നത്. പാലിൽ ഉറക്കഗുളിക കലർത്തി നൽകി, അതിനുശേഷം പിന്നീട് കഴുത്ത് ഞെരിച്ചു കൊന്നു. അതിന് 2 പ്രതികൾ കൂടി ഈ ഷെറിനൊപ്പം ചേർന്നു. അവർ ഓർക്കുത്തിലൂടെയുള്ള ഒരു പരിചയമായിരുന്നു ഷെറിന് ഉണ്ടായിരുന്നത്. സ്വത്ത് തട്ടിയെടുക്കാനാണ് എന്ന തരത്തിലൊക്കെയാണ് പോലീസിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. കൃത്യമായ രീതിയിലൊരു അന്വേഷണം ആ ഒരു ഘട്ടത്തിൽ നടത്തി. അന്ന് CI അടക്കമുള്ള ആളുകൾ കൃത്യമായ അന്വേഷണം നടത്തി എന്നാണ് ഇപ്പോൾ ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് VK വാസുദേവൻ പറഞ്ഞിരിക്കുന്നത്. വാസുദേവൻ തൊട്ടടുത്ത വീടാണ്. മാത്രമല്ല ഭാസ്കര കാരണവരോടൊപ്പം ചെറിയ സ്കൂളിലടക്കം പഠിച്ച വ്യക്തിയാണ്. ആ കേസിൽ വിവിധ ഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങളും ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് മധ്യസ്ഥയ്ക്കടക്കം ചെന്നിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും അയൽവാസിയും സുഹൃത്തും ഒക്കെ ആയിരുന്ന VK വാസുദേവനാണ്. വാസുദേവൻ ഈ കേസിൽ ഒരു സാക്ഷിയായിരുന്നു. അദ്ദേഹം പറയുന്നത് അർഹമായ ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോഴെങ്കിലും മാനസാന്തരം വന്നെങ്കിൽ നന്നായി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ. മറ്റു തരത്തിലേക്കുള്ള നടപടികളിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ആ വീട്ടിൽ താമസം അവരുടെ ഒരു ബന്ധുക്കൾ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. വീട് മറ്റ് ബന്ധുക്കൾ ആരും തന്നെ, ഭാസ്കര കാരണവരുടെ മകനോ അല്ലെങ്കിൽ ഭാര്യയോ ഒന്നും തന്നെ ആ വീട്ടിൽ താമസമില്ല. അവരെല്ലാവരും തന്നെ അമേരിക്കയിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് അവരൊരു അനന്തരവന്റെ പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹവും പറയുന്നത് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇനിയെങ്കിലും നല്ല രീതിയിൽ അവർ ജീവിക്കട്ടെ, മാനസാന്തരം ഇനി ആരും കൊല്ലാതിരിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും പ്രതി അടുത്ത ദിവസം തന്നെ പുറത്തിറങ്ങും. മറ്റു തരത്തിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള ഇളവുകൾ ലഭിച്ചു എന്നതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ എന്തായാലും ഇതുവരെ കുടുംബമോ സുഹൃത്തുക്കളോ ഒന്നും തന്നെ തയ്യാറായിട്ടുമില്ല. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് ഈ പ്രതിക്ക് മറ്റു പ്രതികൾക്കില്ലാത്ത സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രിസഭയുടെ കൂടി അംഗീകാരം ലഭിച്ചിട്ടാണ് ഇപ്പോൾ ഈ വിടുതൽ കിട്ടുന്നത്. 14 വർഷം ജീവപര്യന്തം അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. കുറേ ദിവസങ്ങൾ, 1 വർഷത്തിലേറെ ദിവസങ്ങൾ പരോളിൽ ഇറങ്ങിയൊക്കെ തന്നെ ഈ പ്രതി കഴിഞ്ഞിരുന്നു എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതിൽ പക്ഷേ കുടുംബമോ ബന്ധുക്കളോ ഒന്നും പ്രതികരിക്കുന്നില്ല. നേരത്തെ കൃത്യം സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവർ നെയ്യാറ്റിങ്കര ജയിലിലേക്കാണ് ഇവർ ആദ്യം അയക്കുന്നത്. അവിടെ വെച്ച് ഇവരുടെ ഷെറിന്റെ പക്കൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നു. ശേഷം പിന്നീട് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു. അവിടെ ഒരു ഡോക്ടർ ഇവർ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കുട നൽകിയെന്ന തരത്തിലുള്ള ആക്ഷേപം വരുന്നു. അങ്ങനെ തരത്തിൽ ഏറ്റവും ഒടുവിൽ 440-ലധികം ദിവസം പരോൾ ലഭിക്കുന്ന ഒരു തടവുകാരി എന്ന തരത്തിലുള്ള പ്രിവിലേജ് ഒക്കെ അവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ജയിലിൽ നിന്ന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് കാര്യമായ രീതിയിലുള്ള പ്രശ്നക്കാരിയല്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ജയിലിൽ നല്ല നടപ്പ് തന്നെയാണ് ഈ ഷെറിൻ നടത്തിയിരുന്നത്. മറ്റു തരത്തിലുള്ള ക്രിമിനൽ പരിപാടികളൊന്നും തന്നെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായി അവർക്ക് ശിക്ഷ ഇളവ് നൽകാമെന്നാണ് മന്ത്രിസഭയ്ക്ക് ജയിൽ ഉപദേശക സമിതിയും ഒക്കെ നോട്ട് നൽകിയത്.